ചങ്ങായിമാരെല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇങ്ങനെ ആലോചിക്കലാന്നേ, നമ്മുടെ സുരേഷ് ഗോപി ഒരു പാവ അച്ഛനെ അപമാനിച്ചിട്ട് എല്ലാ സംഘിണികളും ന്യായീകരണവും സുരേഷ് ഗോപിനെ വെളുപ്പിക്കലായിട്ട് എല്ലാം വന്ന്. പക്ഷെ ഒരാളുടെ കുറവുണ്ടായിരുന്നു. ആരാണ് ആ ഒരാളെന്നല്ലേ? നമ്മളെ ശീതള ശ്യാമള ചേച്ചിനെ എവിടെയും സുരേഷ് ഗോപിനെ വെളുപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ വിചാരിച്ചത് നമ്മളെ സംഗീണി ചേച്ചിക്ക് കുറച്ച് നാണവും മാനവും ഉളുപ്പെല്ലാം ബാക്കിയുണ്ട്. പക്ഷെ അതൊക്കെ എന്റെ ആ പ്രതീക്ഷയൊക്കെ തകിടം മറിച്ചുകൊണ്ട് ഇന്ന് നമ്മളെ ശീതള ശ്യാമള ചേച്ചി വന്ന് എനിക്ക് നാണവും മാനവും ഉളുപ്പെന്ന് പറഞ്ഞ സാധനം ഒന്നുമില്ലടാന്നും പറഞ്ഞ് സുരേഷ് ഗോപിനെയും സംഗീളിയും വെളുപ്പിക്കാൻ വേണ്ടിട്ട്. നമുക്കെന്തായാലും ശീതള ശ്യാമള ചേച്ചി സുരേഷ് ഗോപിനെ വെളുപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ന്യായീകരണം എന്താന്ന് കേട്ടിട്ട് വന്നാലോ? ബാ. നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ ചർച്ചാ വിഷയം വീണ്ടും സുരേഷ് ഗോപിയുടെ ഹുങ്ക് തന്നെയായിരുന്നു. സുരേഷ് ഗോപി ഒരു മരച്ചുവട്ടിലിരുന്ന് ജനങ്ങളുമായിട്ട് സംവദിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു കടലാസുമായി ചെല്ലുന്നു. നിവേദനം സ്വീകരിക്കൽ ഇതൊന്നും MP-യുടെ പണിയല്ല, പഞ്ചായത്തിനെ സമീപിക്കൂ എന്ന് പറഞ്ഞു വിടുന്നു സുരേഷ് ഗോപി. അതിനെ തുടർന്ന് വൃദ്ധൻ ഒരുപാട് പ്രയാസത്തോടെ, സങ്കടത്തോടെ, ബുദ്ധിമുട്ടോടെ മാധ്യമങ്ങളിൽ വന്ന് സംസാരിക്കുന്നു. എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി, നിവേദനത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിലും എന്നെ അവഹേളിക്കാതെ അതൊന്ന് വാങ്ങിച്ചു വെച്ചാൽ മതിയായിരുന്നു, പരിഹാരം ഉണ്ടാക്കണ്ട എന്ന് വൃദ്ധൻ പറയുന്നു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാ, വൃദ്ധൻ ആ പാവം മനുഷ്യനെ വിളിക്കുന്ന പേരാണ് വൃദ്ധൻ. നമ്മളൊക്കെ ഈ പ്രായമുള്ള ആള് ഒന്നെങ്കിൽ അച്ഛന്റെ പ്രായമുള്ള ആള്, അല്ലെങ്കിൽ അമ്മാവന്റെ പ്രായമുള്ള ആള്, അല്ലെങ്കിൽ അച്ചാച്ചന്റെ പ്രായമുള്ളവരെന്നല്ലേ പറയാം. ഇവര് അച്ചടി ഭാഷയിൽ വൃദ്ധൻ, കാരണം ബഹുമാനിക്കാൻ അറിയില്ല. വൃദ്ധൻ, കളവൻ, അങ്ങനെയൊക്കെ പല വിളികളും നമ്മൾ ഈ സംഗീണി ചേച്ചി വിളിക്കും. ഇനി വേറൊരു കാര്യമുണ്ട്, സുരേഷ് ഗോപിന്റെ സ്ഥാനത്ത് സംഘി അല്ലാത്ത വേറെ ഏതും പാർട്ടിക്കാരനാണെങ്കിൽ ഈ വൃദ്ധൻ എന്ന് വിളിച്ച് ഇദ്ദേഹത്തെ അച്ഛനെ പോലുള്ള ആളെന്നും, പിന്നെ സുരേഷ് ഗോപിന്റെ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾ എന്താ വിളിക്കുന്നറിയാം? നാറി, പരനറി, ചെറ്റ, തെണ്ടി, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെ ശീതള ശ്യാമള ചേച്ചി ഉദ്ധരിക്കുക. പക്ഷെ ഇതിപ്പോ പ്രതിസ്ഥാനത്ത് സംഖ്യയായ സുരേഷ് ഗോപി ആയിപ്പോയല്ല. അപ്പൊ സുരേഷ് ഗോപിനെ എങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കേണ്ട ജോലിയാണല്ലോ ഈ സംഗീണി ചേച്ചിക്ക് സുരേഷ് ഗോപി കൊടുത്തിട്ടുള്ളത്. എന്തിരി ചെയ്യാൻ നാണുമാനും ഉളുപ്പൊന്നുമില്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഏകദേശം ശീതള ശ്യാമള ചേച്ചിന്റെ പോലെ ഇരിക്കും. നമുക്ക് ശീതള ശ്യാമള ചേച്ചിന്റെ അടുത്ത വെളുപ്പിക്കലിലേക്ക് അടക്കാം. വാ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ അറിവില്ലായ്മ ഈ കാര്യത്തിൽ വരുന്നുണ്ട്. നമുക്ക് ഒരു വാർഡ് മെമ്പർ മുതൽ മുകളിലേക്ക് ഒരുപാട് പേരുണ്ട്. നമ്മുടെ മാത്രമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളും നമ്മുടെ വീടിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തെ സംബന്ധിച്ച്, അയൽവക്കത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ കൈകാര്യം ചെയ്യാൻ ഒരുപാട് സ്റ്റെപ്പുകൾ കടന്നിട്ടാണ് MP എന്നുള്ള ഒരു പൊസിഷനിൽ എത്തുന്നത്. ആ MP എന്ന് പറയുന്ന ആൾക്ക് ഉത്തരവാദിത്തപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. MP-ക്ക് ചെയ്യാൻ കഴിയുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്. ഒരു MP ഫണ്ട് പോലും വർഷാവർഷം 5 കോടി രൂപ MP ഫണ്ട് അനുവദിക്കുന്നു. അത് അനുവദിക്കുമ്പോൾ പോലും എന്ത് പ്രോജക്റ്റ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യാൻ മാത്രം, ആ പ്രോജക്റ്റിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മാത്രമേ ഒരു MP-ക്ക് അധികാരമുള്ളൂ. ബാക്കിയെല്ലാം ജില്ലാ കളക്ടറാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും അതിന് സാങ്ഷൻ കൊടുക്കേണ്ടതും. ഇതിന്റെ അപ്പുറം വെളുപ്പിക്കാൻ വേണ്ടി വേറൊരു സംഘിണിക്കും ആവൂല. എക്സ്ട്രീം വെളുപ്പിക്കല്. സുരേഷ് ഗോപിന് അങ്ങേയറ്റത്തെ വെളുപ്പിക്കൽ ഇതോടുകൂടി കഴിഞ്ഞു. അതായത് ഈ സംഘിണി ചേച്ചി പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, സുരേഷ് ഗോപി തൃശൂർ ജില്ലാ കളക്ടറോട് പോയിട്ട് പറഞ്ഞു, എന്റെ കളക്ടർ സാറേ വല്ലതും തായോ, ഞാൻ എന്റെ ജനങ്ങൾക്ക് വല്ലതും കൊടുക്കട്ടെ എന്ന്. ഇതൊക്കെ ഉണ്ടല്ലോ ശീതള ശ്യാമള ചേച്ചി പോയി സംഘികളോട് പറ. ആ സംഘി പൊട്ടന്മാർ ഇതൊക്കെ വിശ്വസിക്കൂ. ചേച്ചി പറയുന്ന പോലെയാണെങ്കിൽ പിന്നെ തൃശ്ശൂരിലെ ജനങ്ങൾ എന്തിനാണ് ഈ വാഴേനെ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിൽ ഒരു പ്രധാനമന്ത്രിനെയും ഒരു ധനകാര്യമന്ത്രിനെയും തെരഞ്ഞെടുത്താൽ പോരെ? അവര് പിന്നെ ഓരോരോ ജില്ലയിലും കളക്ടർമാർക്ക് പണം കൊടുക്കുക, എന്നിട്ട് അവരോട് വേണ്ടതുപോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ പോരെ? ആകെ ഇന്ത്യയിൽ തെരഞ്ഞെടുക്കേണ്ടത് പ്രധാനമന്ത്രിനെയും ധനകാര്യമന്ത്രിനെയും, ഈ രണ്ടാളെ തെരഞ്ഞെടുത്താൽ പോരെ? എന്താ ചേച്ചി? എന്റെ ശീതള ശ്യാമള ചേച്ചി MP ആയാലും MLA ആയാലും അവർക്ക് നല്ലൊരു പവർ ഉണ്ട്. എന്ത് ചെയ്യാനാണ് പണം ഉപയോഗിക്കേണ്ടതെന്ന് അവര് തീരുമാനിക്കും. അവര് തീരുമാനിക്കുന്നതിനനുസരിച്ച് നിൽക്കാനേ കളക്ടർക്കാവൂ. അല്ലാണ്ട് കളക്ടർക്ക് MP ഫണ്ട് എടുത്ത് ഉപയോഗിക്കേണ്ട അധികാരമൊന്നും ഇല്ല. അതെങ്കിലും ചേച്ചി മനസ്സിലാക്കി. ഒന്നുമില്ലെങ്കിൽ ചേച്ചി ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വീഡിയോ എന്തോ അറിവുള്ള ആളെ പോലെ ചെയ്യുന്ന ആളല്ലേ? ഇത്രമാത്രം പൊട്ടത്തിയാണോ ചേച്ചി? പിന്നെ ചേച്ചി പറയുമ്പോൾ സുരേഷ് ഗോപി എണ്ണം കളക്ടർ പറയുന്ന പോലെ നിൽക്കുന്ന ആളൊന്നുമല്ല. എന്തെങ്കിലും ഒരു വാർത്ത മാധ്യമങ്ങളിൽ നല്ലോണം പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ ആ വാർത്ത 1 ലക്ഷം റുപ്യ കൊടുത്തെങ്കിൽ ഒരു 10 ലക്ഷം രൂപയുടെ പരസ്യം കിട്ടുമെങ്കിൽ സുരേഷ് ഗോപി എണ്ണം ഇടം വലം നോക്കാണ്ട് ചെയ്തിരിക്കും പറഞ്ഞാൽ ചെയ്തിരിക്കും. അങ്ങനെയുള്ള സുരേഷ് ഗോപിനെ നിങ്ങൾ കളക്ടർ പറയുന്ന ആളെ കാണല്ല. സുരേഷ് ഗോപി എണ്ണന് വേറൊന്നും വേണ്ട, വാർത്തയാകണം. ഞാൻ കൊടുക്കുന്നത് 1 രൂപയാണെങ്കിൽ അതിന് 100 രൂപയുടെ പരസ്യം കിട്ടുമെങ്കിൽ സുരേഷ് ഗോപി എന്ത് വേണമെങ്കിലും ചെയ്യും. നമുക്ക് ശീതള ശ്യാമള ചേച്ചിയുടെ അടുത്ത കുത്തിത്തിരിപ്പിലേക്ക് പോകാം.
സുരേഷ് ഗോപിയുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു അഹങ്കാരത്തിന്റെ ടോണായിപ്പോയി. ഇനി അത് അങ്ങനെ ആയതുകൊണ്ടാവാം കേട്ടോ. അദ്ദേഹം കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ, ഇന്നതാണ് കാര്യമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും പ്രശ്നമാകത്തില്ലായിരുന്നു. അവിടെ അദ്ദേഹം അഭിനയിച്ചില്ല, അദ്ദേഹം ഉള്ള കാര്യം പറഞ്ഞു. സമ്മതിച്ചല്ല, ശീതള ശ്യാമള ചേച്ചി സമ്മതിച്ചല്ല സുരേഷ് ഗോപി അഭിനയിച്ചിട്ടില്ല എന്ന്. അതായത് സുരേഷ് ഗോപി എന്താണോ അത് ജനങ്ങളെ മുന്നിൽ തുറന്ന് കാണിക്കപ്പെട്ട് അത്രയേ ഉള്ളൂ. മനസ്സിലെ അഹന്തയും ബ്രാഹ്മണിക ചിന്താഗതിയും വെച്ച് പുലർത്തുന്ന ഒരാളാണെന്ന് സുരേഷ് ഗോപി തെളിയിച്ച്. പിന്നെ ശീതള ശ്യാമള ചേച്ചി തന്നെ പറയുന്നുണ്ട് സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യനെ പറഞ്ഞേക്കാമായിരുന്നു എന്ന്. എന്റെ ശീതള ശ്യാമള ചേച്ചി, സുരേഷ് ഗോപിനെ കൊണ്ട് എങ്ങനെ പറ്റുമോ അത്? എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു മനുഷ്യനാണെന്നുള്ള തോന്നൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ സുരേഷ് ഗോപിനെ പോലുള്ള ആൾക്ക് അങ്ങനെ മനുഷ്യത്വപരമായി ചിന്തിക്കാൻ പറ്റും. എന്റെ മുന്നിൽ നിൽക്കുന്നത് വെറും പ്രജയാണെന്നും ഞാനൊരു രാജാവാണെന്നുമുള്ള ചിന്തയുള്ള സുരേഷ് ഗോപിക്ക് എന്ത് മനുഷ്യത്വം, എന്ത് നന്മ എന്റെ സംഗീണി ചേച്ചി. അങ്ങനെ നന്മയും മനുഷ്യത്വം ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ സംഗീന്ന് വിളിക്കുവോ എന്റെ ശീതള ശ്യാമള ചേച്ചി? നമുക്ക് ശീതള ശ്യാമള ചേച്ചിയുടെ വെളുപ്പിക്കൽ തുടരുന്നത് കാണാം. വാ. എന്തായാലും ഒരു നാണംകെട്ട ഒരു പരിപാടിയാണ് ഈ ഒരു വിഷയത്തെ തുടർന്ന് സുരേഷ് ഗോപി ഇങ്ങനെ മടക്കി വിട്ടതിനെ തുടർന്ന് അവിടുത്തെ CPM-കാരെല്ലാവരും കൂടെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു ഞങ്ങൾ ഉടനെ വീട് വെച്ച് തരാമെന്ന്. അപ്പൊ നല്ലൊരു സിസ്റ്റം ആണല്ലേ ഇത്. നമ്മൾ ഓപ്പോസിറ്റ് പാർട്ടിക്കാരെ കണ്ട് ആവലാതി പറഞ്ഞ് അത് നടന്നില്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന പാർട്ടിക്കാർ നമുക്കത് ചെയ്തു തരും. നല്ല സിസ്റ്റമാണ്. കേരളത്തിൽ ഇപ്പൊ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. എന്ത് നാണംകെട്ട പരിപാടിയാണ് CPM ചെയ്തതെന്നാണ് ഈ ശീതള ശ്യാമള ചേച്ചി പറയുന്നത്. ഈ സംഗിണി തള്ള പറയുന്നത്. സംഗിണി തള്ളെ ആരെങ്കിലും ഒരാൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നല്ലത് എന്ന് പറയണം. ഞാനടക്കം CPM-നെയും കോൺഗ്രസിനെയും വിമർശിക്കാറുണ്ട്. പക്ഷെ അവർ നല്ലത് ചെയ്യുമ്പോൾ അവരെ നല്ലത് തന്നെ ഞാൻ പറയാറുണ്ട്. അങ്ങനെ ഒരാൾ ചെയ്തത് നല്ലതാണ് ചേച്ചിക്ക് പറയാൻ കഴിയില്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാതിരിക്കുക. അതാണ് ഒരു മിനിമം ക്വാളിറ്റി എന്ന് പറയുന്നത്. ശീതള ശ്യാമള ചേച്ചി കളിയാക്കിക്കൊണ്ട് പറഞ്ഞില്ലേ CPM വീട് വെച്ച് കൊടുത്തു. ഒരു വീടില്ലാത്തവന്റെ വേദന ശീതള ശ്യാമള ചേച്ചിക്ക് അറിയോ? ഒരു സെന്റ് സ്ഥലമില്ലാത്തവന്റെ വേദന ശീതള ശ്യാമള ചേച്ചിക്ക് അറിയോ? എവിടെ പുട്ടിയും പെയിന്റും കിലോ കണക്കിന് ലിഫ്റ്റിൽ കിട്ടു വന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന, ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചിട്ട് സംഖ്യക്ക് വേണ്ടി മറ്റുള്ളവരെ മൊത്തം ചീത്ത പറയുന്ന ശീതള ശ്യാമള ചേച്ചിക്ക് എങ്ങനെ അറിയാനാണ് പാവപ്പെട്ടവന്റെ വേദന? ഞാൻ പറയട്ടെ, ശീതള ശ്യാമള ചേച്ചി, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വേദന എന്താണെന്ന്? കയറിക്കിടക്കാൻ ഒരു വീടില്ല, കയറിക്കിടക്കാൻ ഒരു കൂരയില്ല എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വേദന. ആ വേദനയാണ് ശീതള ശ്യാമള ചേച്ചി ഇപ്പൊ കളിയാക്കിയത്. അന്ധമായ രാഷ്ട്രീയ എതിർപ്പുമായി വന്നിട്ട് സംഗിണി ചേച്ചി എന്താ ചെയ്യുന്നറിയാം? ഒരു മനുഷ്യത്വം ഇല്ലാത്ത സുരേഷ് ഗോപി എന്ന ആളാ മനുഷ്യനെന്നും അയാൾ അപമാനിച്ചു വിട്ട ആ മനുഷ്യനെ വൃദ്ധനെന്നും വിളിക്കുകയാണ് ഈ ശീതള എന്ന മനസ്സിൽ ക്യാൻസർ പിടിച്ച ഈ സംഗീണി ചെയ്തത്. പിന്നെ ശീതള ശ്യാമള ചേച്ചി, ഈ ഇന്ത്യയിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ മുന്നിൽ എത്താറില്ല. പക്ഷെ നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നം എത്തിക്കഴിഞ്ഞാൽ അതിന് മാന്യമായി പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ചുമതല. അതിപ്പോ MP ആയാലും ശരി, MLA ആയാലും ശരി, ഒരു സാധാരണ മനുഷ്യനായാലും ശരി. ആ കാര്യം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലെങ്കിലും ആരെ കൊണ്ടാണ് അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അവരെ ബന്ധപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യത്വം ബാക്കിയുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. അത് സുരേഷ് ഗോപി ചെയ്യില്ല എന്ന് നമുക്കറിയാം. കാരണം സുരേഷ് ഗോപിക്കും നിനക്കും ശീതളെ നിനക്കും മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം ഇല്ല. കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾ നിങ്ങളെയൊക്കെ ചാണക സംഖികൾ എന്ന് വിളിക്കുന്നത്. ഇനിയും ഇതുപോലെ മനുഷ്യത്വം ഇല്ലാത്ത വീഡിയോയുമായി നിങ്ങൾ വരണം. നിങ്ങൾ എന്താണെന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകണം. നിങ്ങൾ വെറും ഒരു സംഗീണയാണെന്ന്, മനസ്സിൽ ക്യാൻസർ വന്ന സംഗീണയാണെന്ന് ഈ മലയാളികൾ മനസ്സിലാക്കണം. ഈ സുരേഷ് ഗോപി അന്ന് അവിടെ വന്നിരുന്നത് അവിടെയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് പരിഹാരം ഉണ്ടാക്കാനും തന്നെയാണ്. അങ്ങനെ ഒരു പരിഹാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് വേറെ എവിടെയും പോകാതെ സുരേഷ് ഗോപിയിൽ അത്രമേൽ വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് ആ പാവം അച്ഛൻ അന്ന് അവിടെ സുരേഷ് ഗോപിയെ കാണാൻ വന്നത്. താൻ അത്രമേൽ വിശ്വസിച്ച ഒരാള് തന്നെ സഹായിക്കുക പോലും ചെയ്യാതെ തന്നെ അപമാനിച്ചു വിട്ടു എന്ന സങ്കടം എത്രമാത്രം ആ പാവ അച്ഛന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. സംഗിണി ശീതളെ, നിനക്ക് എവിടെ മനസ്സിലാകാനാണ് പാവങ്ങളുടെ വിഷമം? അങ്ങനെ മനസ്സിലാകുമായിരുന്നെങ്കിൽ ഈ വീടില്ലാത്ത അച്ഛന് വീട് കിട്ടിയതന്നെ ഇത്രമാത്രം കോമഡിയാക്കിയിട്ട് നീ പറയില്ലായിരുന്നു. നിന്റെ മുഖത്ത് മാത്രമല്ല നീ പുട്ടിയിട്ട് വെച്ചിട്ടുള്ളത്, നിന്റെ മനസ്സിലും പുട്ടിയിട്ടിട്ടാളെ. ആ പുട്ടി വളർന്ന് നിന്റെ മനസ്സിൽ ക്യാൻസറായി കേട്ടോ ശീതളെന്ന സംഗിണി. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഇപ്പോഴും ഇവളൊരു മനുഷ്യ സ്ത്രീയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇവളൊരു സംഗിണിയാണ്, ക്യാൻസർ പിടിച്ച സംഗിണി. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.